ഇന്നത്തെ കിഴങ്ങൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. BJPയും അതിൻ്റെ നേതാവായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിജിയും ഒക്കെ തകർന്ന് തരിപ്പണമായി താഴെ വീഴാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിജിയെയും BJP ഗവൺമെന്റിനെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയാണ്. അതിന് ഉദാഹരണം പറയുന്നത് കേജ്രിവാളിനെ വളർത്തിക്കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയാണ്. പക്ഷേ കേജ്രിവാൾ നിലംപരിശായി നമ്മളെല്ലാം കണ്ടതാണ്, ജയിലിലും പോയ ആള്. ആ കേജ്രിവാളുമായിട്ടാണ് ഈ മാത്യു സാമുവൽ നരേന്ദ്രമോദിജിയെ താരതമ്യപ്പെടുത്തുന്നത്. ഇദ്ദേഹം കിഴങ്ങനാണെന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ? 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിജി. 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞു. 3ാമത്തെ തവണയും ജനം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിയെ ഈ കേജ്രിവാളുമായിട്ട് ഉപമിക്കുന്ന ഈ വിഡ്ഢിയാനെ കുറിച്ച് എന്താ പറയുക? അദ്ദേഹം പറയുന്നത് BJP എന്ന് പറയുന്ന അർബൻ പാർട്ടിയാണ്, ജനങ്ങളുടെ സാധാരണക്കാരുടെ ഇടയിലെങ്ങും ഒരു സ്വാധീനവുമില്ലെന്നാണ്. 11.5 കോടി ഭവനങ്ങളിലാണ് കക്കൂസ് പണിഞ്ഞു കൊടുത്തത്. അതെല്ലാം അങ്ങ് അർബൻ ഏരിയയിലാണോ? പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കള്ളപ്രചരണം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. പാകിസ്ഥാൻ പറയുന്നതാണ് ശരി, അതാണ് ഇയാൾ പറയുന്നത്. രാഹുൽ ഗാന്ധി അതാണല്ലോ ഏറ്റു പറയുന്നത്. ഇയാളും രാഹുൽ ഗാന്ധിയുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമാണ്. മോദിജി ട്രംപുമായി പിണങ്ങിയത് വലിയ അബദ്ധമായി പോയി എന്നുള്ളതാണ്. ട്രംപ് ഒരു തികഞ്ഞ ഇവാഞ്ചലിസ്റ്റാണ്, ഇയാളും ഇവാഞ്ചലിസ്റ്റാണ്. മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയെ വിളിച്ച് സോപ്പിട്ട് ഇന്ത്യയിലേക്ക് ആ ഇവാഞ്ചലൈസേഷൻ പരിപൂർണമായും നടപ്പിലാക്കാൻ പറ്റും എന്നായിരുന്നു ഈ വിഡിയാൻ വിശ്വസിച്ചിരുന്നത്. ഈ ട്രംപ് മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന ആളാണ് മോദിജി എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാൻ കഴിയാതെ പോയി. ഛത്തീസ്ഗഡിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള അവരുടെ ഈ മതപരിവർത്തന ശ്രമവും ഈ മനുഷ്യക്കടത്തിലും ഇതിനെക്കുറിച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളൊക്കെ എടുത്തു. അതുമൂലം ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർന്നു എന്നാണ്. മോദിജിക്കും BJP ഗവൺമെന്റിനുമുള്ള എല്ലാ സ്വാധീനങ്ങളും തീർന്നു. സോഷ്യൽ മീഡിയ അവർക്ക് പൂർണ്ണമായും എതിരായി. അതുകൊണ്ട് ഇനി അവർക്ക് രക്ഷയില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ അടിവെച്ച് കയറുകയാണ്. അതുപോലെ ഇവിടുത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തകർന്നു പോയിരിക്കുന്നു. തൊഴിലില്ലായ്മ, അതൊക്കെ പിന്നിലെ രാഷ്ട്രീയക്കാർ സ്ഥിരം പറയുന്ന കുറെ കാര്യങ്ങൾ ഇയാൾ ഏറ്റെടുത്ത് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നതിന്റെ അവസാനത്തെ ചില വാചകങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് സ്വയം വിലയിരുത്തുക ഇയാളൊരു കിഴങ്ങനല്ലേ എന്ന്. അർബൻ സെൻട്രിക് പാർട്ടിയാണ് BJP. സോഷ്യൽ മീഡിയയാണ് മോദിയുടെ പിറകിൽ നിന്ന് ഗെയിം കളിച്ച് ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി, ഗ്ലോബൽ പേഴ്സണാലിറ്റി ആക്കുന്നതിൻ്റെ പിറകിലുള്ള പ്രധാനപ്പെട്ട ആയുധം. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ പ്രോഡക്റ്റ് ആണ് കേജ്രിവാൾ. ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം കാരണം ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വേണ്ടാത്ത കള്ളത്ര എലിവേഷൻ, അതായത് രാഹുൽ ഗാന്ധിക്ക് ഇത്രമാത്രം ആക്സെപ്റ്റൻസ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്.